കഴിഞ്ഞ ദിവസം സെലിബ്രിറ്റിയായ അഖിൽമാരാർ 2020-ൽ ജോയിൻ ചെയ്തതിനെ തുടർന്ന് കൊട്ടാരക്കര ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാവ് ആർ രശ്മി BJP-യിലേക്ക് വരിക കൂടി ചെയ്തപ്പോൾ കൊട്ടാരക്കര ഒരു ശ്രദ്ധേയമായ മണ്ഡലമായി മാറിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷെ കൊട്ടാരക്കരയിലെ പ്രധാന മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നതായി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം ഇവിടെ BJP ഒരു ലീഡിംഗ് റോളിലേക്ക് വരികയാണ്. UDF-ഉം BJP-യും തമ്മിൽ വലിയ വ്യത്യാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൊണ്ടുവരാൻ കഴിയുമെന്ന് BJP കരുതുന്നു. നമുക്ക് ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും പരിശോധിക്കാം. ഇവിടെ KN ബാലഗോപാലാണ്, മന്ത്രി കൂടിയാണ് അദ്ദേഹം ആണ് കഴിഞ്ഞ തവണ 68,770 വോട്ട് നേടിയിരുന്നു. 10,000-ൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. ആർ രശ്മി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അന്ന് 57,916 വോട്ടുകൾ നേടിയിരുന്നു. വയക്കൽ സോമൻ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. 21,223 വോട്ടുകൾ മാത്രമാണ് അന്ന് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരുമ്പോഴും LDF അവരുടെ മേൽക്കൈ നിലനിർത്തിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കൊട്ടാരക്കര നഗരസഭയിൽ 30 വാർഡുകളാണുള്ളത്. അതിൽ 17 LDF ജയിച്ചു. ഭരണം നിലനിർത്താനായി കോൺഗ്രസിന് 7 വാർഡുകളെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ BJP ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 5 വാർഡുകൾ ജയിക്കാൻ കഴിഞ്ഞു. പലയിടത്തും BJP-ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ BJP-യും LDF-ഉം തമ്മിലാണ് മത്സരമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ പറയുമ്പോൾ അതിൽ അല്പം അതിശയോക്തി എന്ന് നമുക്ക് തോന്നാമെങ്കിലും അതിശയോക്തി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസിന് ഇവിടെ അവർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടാൻ ശ്രമിക്കുന്നത് ഐഷ പോറ്റിയാണ്. ഇടതുപക്ഷത്തായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തി. പക്ഷെ ഇതിന് എതിരെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. കാരണം അനവധി പേർ സീറ്റ് മോഹികളായിട്ടുണ്ട്. അവർ ഈ ഐഷ പോറ്റി എത്രത്തോളം അംഗീകരിക്കും, അവർക്ക് എങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും വലിയ ചർച്ചകളും മറ്റുമൊക്കെ കൊട്ടാരക്കരയിൽ നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലും കൊട്ടാരക്കരയിലും നടക്കുന്നുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് BJP. അഖിൽമാരാർ വന്നപ്പോൾ തന്നെ BJP-യിൽ ഒരു മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇത് BJP-യുടെ സിറ്റിംഗ് സീറ്റാണ് എന്നാണ് പറഞ്ഞത്. ഇവിടേക്കാണ് കോൺഗ്രസിൽ നിന്ന് എത്തിയ രശ്മി എത്തുന്നു. രശ്മി അവിടെ മത്സരിക്കും എന്നൊരു ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇങ്ങനെ ഇത് വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് BJP അണികൾക്കിടയിൽ എത്രത്തോളം അതിനെ ഒരു സ്വീകാര്യത ലഭിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വരാൻ ഇരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ചിത്രം നമുക്ക് വ്യക്തമാകുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ LDF-നെ സംബന്ധിച്ച് ഒരു സേഫ് സോണാണ് കൊട്ടാരക്കര എന്ന് പറയേണ്ടി വരും. കാരണം KN ബാലഗോപാലാണ് അവിടെ ജയിച്ചിരുന്നത്. അദ്ദേഹം അവിടെ ചില വികസന പ്രവർത്തനങ്ങളും മറ്റും നടത്തിയിരുന്നതായി ഇടതുപക്ഷം അവകാശപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൊട്ടാരക്കര നഗരസഭ നിലനിർത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ സാമുദായിക വോട്ടുകൾ, പ്രത്യേകിച്ച് നായർ വോട്ടുകൾ നിർണായക സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് കൊട്ടാരക്കര. അവിടെ മുൻപ് NSS-ന്റെ ഡയറക്ടർ ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ സഹോദരൻ കൂടിയാണ് KN ബാലഗോപാൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ സാമുദായിക നിഷ്പക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നാണ് ബാലഗോപാലും സംഘവും അവകാശപ്പെടുന്നത്. ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ LDF ആണ് സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് KN ബാലഗോപാൽ വീണ്ടും മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബഹുദൂരം അവരുടെ പ്രചരണം മുൻപോട്ട് പോകുമ്പോഴും മറുഭാഗത്ത് സ്ഥാനാർത്ഥി ആരെ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസും BJP-യും തമ്മിൽ കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ 2ാം സ്ഥാനം ആരെ എന്നൊരു വലിയ ചോദ്യം കൂടി ഉയരുന്നു. ഈ 2ാം സ്ഥാനത്തേക്ക് BJP എത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും 21,223 വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് നേടിയത്. അതേതായാലും വലിയ രീതിയിൽ ഒരു 60,000 70,000 എത്തും എന്ന് ആരും പ്രതീക്ഷിക്കുന്നതുമില്ല. പക്ഷെ ഒരു ശക്തമായ പോരാട്ടം അവർ നടത്തുകയാണ് എങ്കിൽ ഇവിടെ കോൺഗ്രസിന്റെ നില കുറച്ചുകൂടി പരിതാപകരമാകുകയാണ്. ഏതായാലും KN ബാലഗോപാൽ വളരെ ഇപ്പോഴത്തെ നിലയിൽ വളരെ സേഫായി തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.